പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് കടന്നുവരുന്ന കലാകാരൻ കുവൈത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ അൻവർ സാരംഗ്. അൻവർ, നമ്മുടെ ഈ ഓണം പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. അൻവർ വലിയൊരു ഗായകനാണെന്നറിയാം. നാട്ടിലെ ഒരുപാട് ട്രൂപ്പുകളില് വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അൻവറിന്റെ ഈ കുവൈത്തിലെ പ്രവാസ ജീവിതത്തില് സംഗീത ലോകത്തേക്കുള്ള ഈ കടന്നുവരവ്, അതോടൊപ്പം ഇന്ന് അൻവർ സംഗീത ലോകത്തൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമുകള്, അതിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ഭാവിയിൽ അൻവറിന്റെ എന്താണ് ഈ സംഗീത ലോകത്തേക്ക് ഇനി അൻവർ എന്താണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്? നമസ്കാരം. കുവൈറ്റിലെ മലയാളി പ്രേക്ഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യാസർ ചോദിച്ച പോലെ ഞാൻ 2003 ഇവിടെ കുവൈറ്റിലേക്ക് വരുന്നത്. അതിനു മുമ്പ് കേരളത്തിലെ പ്രശസ്തമായ ഗാനമേള ട്രൂപ്പുകളിൽ വർഷങ്ങളോളം പാടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ട്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കുവൈറ്റിലേക്ക് വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാലും സംഗീതം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിറങ്ങി ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഇപ്പം നമ്മളോടൊപ്പം ഉള്ള കീബോർഡിസ്റ്റ് ബഷീർക്കായെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗാനമേള ട്രൂപ്പിലാണ് ഞാൻ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ട്രൂപ്പിൽ എനിക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടി. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് വേദികളിൽ പാടാനുള്ള അവസരം കിട്ടി. ഇവിടെ കുവൈറ്റിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാര് ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ആ സമയത്ത് തോന്നി. അവരോടൊപ്പം ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതിനുശേഷം കുവൈറ്റിലെ ഗായകന്മാരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ വളരെ പരിമിതമാണ്, വേദികൾ. എങ്കിലും ഈ ഉള്ള സാഹചര്യത്തിൽ അവസരത്തിൽ നിന്നുകൊണ്ട് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും വേദികളും ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സംഗീത യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും കൂടെ റാഫിയുണ്ട്, യാസർ, ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ഒരു ടീമായിട്ട് യെസ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. അതിന്റെ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പം ഓർക്കസ്ട്ര എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. കരോക്കെയാണ് എല്ലാവരുടെയും ആശ്രയം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസരം വെച്ച് നോക്കുമ്പോൾ കരോക്കെ ആശ്രയിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി വിശേഷമാണ്. എങ്കിലും പ്രോഗ്രാമുകൾ കിട്ടാറുണ്ട്, പ്രോഗ്രാമുകൾ ചെയ്യുന്നു. പിന്നെ എന്റെ ഭാവി പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നാളുകളായിട്ട് കൊണ്ടു നടന്നൊരു കാര്യമാണ് ഒരു ആൽബം, മ്യൂസിക് ആൽബം ചെയ്യുക എന്നുള്ളത്. അതിന്റെയും പണിപ്പുരയിലാണ്. അത് നാട്ടിൽ അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓണ പ്രോഗ്രാമിന്റെ തിരക്കിലാണ്. ഒരുപാട് പ്രോഗ്രാംസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ യെസ് ബാൻഡ് എന്ന ടീം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അൻവറിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അൻവർ ഭായ്, ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി ഒന്ന് പാടാം പ്ലീസ്. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആൽബത്തിന്റെ പണിപ്പുരയിലാണ്. ഞാൻ തന്നെ കുറെ വരികൾ എഴുതി ഡയറിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇപ്പം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഒരു ആൽബം ചെയ്യാമെന്ന് മനസ്സിന്റെ ഒരു ആഗ്രഹം, അല്ലാതെ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ തന്നെ എഴുതിയ ഈണം കൊടുത്ത ഈ ആൽബത്തിന് വേണ്ടി ചെയ്ത ഒരു പാട്ട് മാത്രം എന്റെ ഹൃദയത്തിൻ താഴ്വരയിൽ എനിക്കു നീ മാത്രം എന്റെ ഹൃദയത്തിൻ താഴ്വരയിൽ ആദിചാരിയ പൂമുഖവാതിലിൽ പതിവായി പല
കാത്തിരുന്നു എൻ പ്രതിശ്രുതവരനാം പ്രാണനേ, എനിക്കു നീ മാത്രം എന്റെ ഹൃദയത്തിൻ താഴ്വരയിൽ. നന്ദി അൻവർ, നന്ദി ബഷീർക്ക. നമുക്കിന്ന് മനസ്സിലാവുന്നത് അൻവർ എന്ന് പറയുന്നത് കേവലം ഒരു ഗായകൻ മാത്രമല്ല, ഒരു നല്ല കവി കൂടിയാണ് എന്ന് ഇപ്പോൾ ഇവിടെ അൻവർ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും അൻവറിൽ നിന്നും ഒരുപാട് നല്ല ഗാനങ്ങൾ, അത് വരികളാണെങ്കിലും നല്ല സംഗീതമാണെങ്കിലും നല്ല പാട്ടുകളാണെങ്കിലും കൂടുതൽ കൂടുതൽ പിറക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. മാരിളം ചൂടേറ്റുരാവുറങ്ങാമോ, ഈ മണൽക്കുട്ടി മാരി വേനലിൽ കൂടെ വരാമോ. മാരിളം ചൂടേറ്റുരാവുറങ്ങാമോ, ഈ മണൽക്കുട്ടി മരിക്കും വരെ കൂട്ടിയിരിക്കാമോ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. പ്രിയമുള്ളവരെ, പ്രവാസികളുടെ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി പ്രവാസികൾക്ക് അടുത്ത 6 മാസം ഓണാഘോഷങ്ങളാണ്. നമ്മുടെ സംഗീതത്തെക്കുറിച്ചും ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. പാടിക്കൊണ്ടിരുന്നാൽ നേരം വെളുക്കുവോളം പാടിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഈ പ്രോഗ്രാം സന്തോഷത്തോടുകൂടി വീക്ഷിച്ച നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. യെസ് ബാൻഡ് ഞങ്ങളുടെ ഈ ഓണ സംഗീത വിരുന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇനിയും ഒത്തിരി നല്ല ഗാനങ്ങളുമായി കുവൈത്തിലെ വൈവിധ്യങ്ങളായ വേദികളിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി യെസ് ബാൻഡ്. കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ, ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി, തളിരും പോരി കുളിരും പോരി നൂറും പാലും കുറിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ, കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. കോപിക്കാറില്ല പെണ്ണ് കോപിച്ചാൽ ഇറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടുപിട പോലെ. കോപിക്കാറില്ല ഇറ്റപ്പുലി പോലെ,
പാടില്ല പെണ്ണു നടിച്ചാൽ നടപ്പിട പോലെ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. 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 എത്തിച്ചേർന്നിട്ടുണ്ട്. പോയി സോറി. നിങ്ങൾ അവരെ വളർത്തിയെടുത്ത ഞങ്ങളുടെ ഈ ഓണ സംഗീത വിരുന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ പ്രിയമുള്ളവരെ, പ്രവാസിയുടെ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രവാസികൾ ഇനി അടുത്ത പ്രിയമുള്ളവരെ, പ്രവാസികളുടെ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രവാസികൾ ഇനി അടുത്ത 6 മാസത്തേക്ക് ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ സംഗീത വിരുന്ന് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഗീതത്തെക്കുറിച്ചും പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കില്ല. നേരം വെളുക്കുവോളം പാടിക്കൊണ്ടേയിരിക്കും. എന്തായാലും അടുത്ത മനോഹരമായ ഒരു ഗാനത്തോടു കൂടി ഞങ്ങളുടെ ഈ സംഗീത സദ്യ ഇവിടെ